2 ദിവസമായി ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു പോലീസ്. വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിയെന്ന് പറയുമ്പോഴും ഇയാൾ സ്വമേധയാ കീഴടങ്ങാൻ എത്തുമ്പോഴാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ മറ്റൊന്ന്, ഈ പ്രതിയുടെ പിതാവിന്റെ തിരോധാനം, ഇതും സുപ്രധാനമാണ്. അക്കാര്യത്തിലും പ്രത്യേകമായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരിക്കും അല്ലേ? ഈ പ്രതിയായിട്ടുള്ള സജിക്ക് വനമേഖലയിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കാരണം വീടിന് തൊട്ട് പുറഭാഗം ഉൾപ്പെടെ മുകൾ ഭാഗത്തേക്ക് വലിയ വനമേഖലയാണ്. ആ കാടും മേടും കൃത്യമായിട്ടുള്ള അറിയാവുന്ന ആൾ തന്നെയാണ് ഈ പ്രതിയായിട്ടുള്ള സജി. അതുകൊണ്ട് പോലീസിന് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ടായിരുന്നു ഈ വനമേഖല വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് നേരത്തെ പോലീസ് പറയുകയും ചെയ്തിരുന്നു. അത് കാരണം കുറേ കാലമായി അദ്ദേഹം ജീവിച്ച് വളരുന്ന ഒരു നാടാണ്. ഗുഹ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ വനമേഖലയിൽ ഉണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. 4 സംഘങ്ങളായി പോലീസിന്റെ അന്വേഷണം, അതിന് സപ്പോർട്ടായിട്ട് ഡ്രോണും അതുകൂടാതെ പോലീസ് നായയും അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നതാനും. അതുകൊണ്ട് വനമേഖല കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് പോലീസിന് ഈ പ്രതിയെ നേരിട്ട് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രതി പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. 2 ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് വഴിയിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൂടാതെ ഈ വനമേഖല കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം കാര്യക്ഷമമാക്കിയപ്പോൾ പിടികൊടുക്കാതെ മറ്റ് നിർവാഹമില്ല എന്നും നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് 12 കൂടി വനമേഖലയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വരികയും പോലീസിന്റെ മുന്നിൽ കീഴടങ്ങുന്ന സാഹചര്യവും ഉണ്ടായത്. മറ്റൊന്ന് ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ പിതാവായിട്ടുള്ള മാത്യുവിന്റെ തിരോധാനം തന്നെയാണ്. 8 വർഷം മുമ്പ്, അതായത് കോവിഡ് സമയത്താണ് ഈ മാത്യുവിനെ കാണാതാകുന്നത്. അന്ന് വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അന്നൊരു സ്വകാര്യ ബസ്സിൽ കയറി ആ സമയത്ത് നെടുങ്കണ്ടം ടൗണിലെത്തി എന്ന സഹോദരി ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ നെടുങ്കണ്ടം ടൗണിൽ നിന്നും പിന്നീട് മാത്യു എങ്ങോട്ട് പോയി എന്നതായിരുന്നു പിന്നീട് കണ്ടെത്താൻ കഴിയാത്ത കാര്യം. പക്ഷേ അന്ന് എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രതിയായിട്ടുള്ള സജി തന്നെയാണ് ആ കേസ് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് കുടുംബത്തോട് പറയുകയും ചെയ്തത്. അദ്ദേഹം നാട് വിട്ടു പോയതായിരിക്കാം, ഒരിക്കൽ തിരിച്ചു വരും, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതില്ല അന്ന് സജി കുടുംബത്തോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കേസ് അന്വേഷണം എങ്ങും എത്താതെ പോകുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഈ 2 പേരുടെ മരണം സംഭവിച്ചപ്പോഴാണ് ആ കേസിൽ സജിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ കുടുംബത്തിനും നാട്ടുകാർക്കും ഉൾപ്പെടെ ഒരു സംശയം വരികയും അതിൽ പുനരന്വേഷണം വേണമെന്ന കാര്യം അവർ ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോൾ അതിലും ഈ മാത്യുവിന്റെ തിരോധാനത്തിലും കൃത്യമായിട്ടുള്ള പങ്ക് ഈ സജിക്ക് ഉണ്ടെന്ന് കുടുംബവും അതോടൊപ്പം തന്നെ സഹോദരിയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് ആ ചോദ്യം ചെയ്യലിൽ ആ കാര്യത്തിലും ഒരു തെളിവ്, ആ കാര്യത്തിൽ ഒരു വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് എന്തായാലും ഉള്ളത്. എന്തായാലും സ്വന്തം സഹോദരനെയും സ്വന്തം മാതാവിനെയുമാണ് കൊന്ന് കുഴിച്ചു മൂടി, അതായത് വീടിന് സമീപം തന്നെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നത്. പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ വീടിന് മുന്നിൽ നടത്തിയ പരിശോധനയിലാണ് മണ്ണ് നീങ്ങിയതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന് പിന്നാലെ പുരുഷന്റെ കാൽപാദത്തിന്റെ ഒരു ഭാഗം അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന് സഹോദരി ഉൾപ്പെടെ പറഞ്ഞ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ വീടിന് സമീപത്ത്, അതായത് വീടിന്റെ വലതു ഭാഗത്തായിട്ടാണ് ഒരു പട്ടിക്കൂട് ഇവർ ചെല്ലുമ്പോൾ കാണുന്നത്. കുറേ കാലമായ വീടിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു ആ പട്ടിക്കൂട് ഉണ്ടായിരുന്നത്. ആ പട്ടിക്കൂട് മാറ്റിവെച്ചത് സംശയത്തിന് പ്രധാന ഇടവരുത്തി. അതുകൂടാതെ ആ പ്രദേശത്ത് ഏലത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ 2 സംശയങ്ങൾ, അതായത് ഏലത്തൈ നട്ടുപിടിപ്പിച്ചതും പട്ടിക്കൂട് അങ്ങോട്ട് മാറ്റിയതും മണ്ണിളകി കിടന്നതും, ഇങ്ങനെ 3 സംശയങ്ങളാണ് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കി പരിശോധിക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ആദ്യം സഹോദരന്റെ മൃതദേഹം ഏറ്റവും അടിഭാഗത്ത്, അതിന് തൊട്ടു പിന്നാലെ മാതാവായിട്ടുള്ള മേരിയുടെ മൃതദേഹം തൊട്ടു മേളിൽ, അങ്ങനെ ഒരു കുഴിയിൽ തന്നെ 2 മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ക്രൂരമായ കൊലപാതകമാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും ആ നിഷ്ഠൂരമായ കൊലപാതകം എന്തിനു വേണ്ടി നടത്തി എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. ശ്രുതി, തീർച്ചയായിട്ടും